നടൻ സലീം കുമാർ വിടവാങ്ങി. മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിൽ പകരം വെക്കാനില്ലാത്ത ഒരു നടൻ തന്നെയായിരുന്നു സലീം കുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നലെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിലൊക്കെ കേരളം ഒന്നായി നിന്ന് വൈകാരികമായി വലിയ ദുഃഖത്തോടു കൂടി തന്നെയാണ് നിമിഷങ്ങളെ നോക്കിക്കണ്ടത്. ഇപ്പോൾ സലീം കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കലാകാരൻ എന്നതിനൊപ്പം തന്നെ തൻ്റെ രാഷ്ട്രീയാഭിമുഖ്യം തുറന്നു പറയുകയും ഒരു കോൺഗ്രസ്സുകാരനായി ജീവിച്ച് കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്ന ആഗ്രഹം പറയുകയും അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്ത ഒരാൾ കൂടിയാണ്. അപ്പം ഈ സാമൂഹിക വിഷയങ്ങളിലൊക്കെ കൃത്യമായി നിലപാട് പറയുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ശ്രീനിവാസിൻ്റെ കാര്യം പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലെ മീമുകളിലും ട്രോളുകളിലുമൊക്കെ നിറയുന്ന ഒരു മുഖം കൂടിയാണ് സലീം കുമാർ. അപ്പോൾ സലീം കുമാർ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് ഏതെല്ലാം അർത്ഥത്തിലുള്ള നഷ്ടം അതുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം കൂടി സംസാരിക്കുകയാണ് സാർ. സലീം കുമാർ വിടവാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സേഫ് പറഞ്ഞ പോലെ ഒരു സത്യസന്ധമായി രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമാക്കാരനെയാണ് ഒന്നാമതായിട്ട് നഷ്ടമാകുന്നത് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പലതരത്തിലുള്ള ഏതെങ്കിലും വിഷയമാവട്ടെ, അദ്ദേഹത്തിന് അത് ശരിയാണെന്ന് തോന്നുന്ന ചില ഏതെങ്കിലും വിഷയത്തിലൊക്കെ വളരെ പച്ചയ്ക്ക് അത് പറയുക, അത് ആരെടുത്തായാലും അത് തുറന്നു പറയുക എന്ന് പറയുന്നൊരു നിലപാടുണ്ടല്ലോ. അത് സാധാരണ സിനിമാ രംഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഈ ഇതിനെ മാത്രം ആശ്രയിച്ചിട്ട്, അതായത് അവസരങ്ങൾ എന്നതിനെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു പ്രൊഫഷനിനകത്ത് അത് പ്രശ്നമാണ്. അത് കണ്ടിട്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അതൊരു പ്രശ്നമായിട്ടില്ല. അങ്ങനെ ഒരുപാട് മാറി നിൽക്കേണ്ടി വരുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് സലീം കുമാറിന്. പക്ഷേ അദ്ദേഹം അത് കണക്കിലെടുത്തിട്ടേ ഇല്ല. അതെല്ലാം അവസാനത്തെ പൊതുയോഗം പോലും സ്വന്തം രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കെടുത്ത പൊതുവേദിയായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഒരു ഒന്നാമത്തെ നഷ്ടം എന്ന് ഞാൻ പറയും. അതേസമയം ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് ഒരുപാട് നൽകി കഴിഞ്ഞു സലീം കുമാർ. ഇനിയും ഒരുപാട് നൽകാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഹാസ്യ കഥാപാത്രങ്ങളുടെ ഒരു പൊതു സ്വഭാവം എനിക്ക് തോന്നുന്നു, ഈ നമ്മൾ ഒരുപക്ഷെ എഴുത്തിൽ ഈ തിരക്കഥയിലെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ സിനിമയിലെ തന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ ആയിട്ടുള്ള സംഗതികളെ അല്ല യഥാർത്ഥത്തിൽ പിന്നീട് കിട്ടുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് സംവിധായകരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. ഒരു കഥാപാത്ര സലീം കുമാറിനെ കൊണ്ട് ഇപ്പോൾ ഇസ്രാങ്കായാലും അല്ലെങ്കിൽ മണവാളിനായാലും ഒക്കെ അത് അദ്ദേഹത്തെ നൽകുമ്പോൾ പരിമിതമായി മാത്രമേ ആ സ്ക്രിപ്റ്റിൽ അതിനൊരു സ്ഥാനം കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കയ്യിൽ നിന്നിടുന്നത് മാത്രമല്ല, സിനിമ ആയി വരുമ്പോഴേക്കും ഇതൊന്നുമല്ല ആ കഥാപാത്രം മറ്റു പല കഥാപാത്രങ്ങളെ ഔട്ട്ഷൈൻ ചെയ്യുന്ന രീതിയിൽ വളരുന്നു എന്നുള്ളതാണ്. ഈ സ്രാങ്കിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, മായാവിയിലെ ആ കഥാപാത്രം കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലയ്ക്ക് ഒരു പ്രസൻസിന് വേണ്ടി ചെയ്തതാണെന്ന്. പിന്നീട് അവിടെ കുത്തിയിരുന്ന് ഈ റാഫിക്ക് എഴുതേണ്ടി വന്നു, അദ്ദേഹത്തിന് വേണ്ടുന്ന സീനുകൾ കൂട്ടിച്ചേർക്കേണ്ടി വന്നു. കാരണം അഴിഞ്ഞാടുകയാണ്. അത് ഭയങ്കരമായിട്ട് സെറ്റിൽ തന്നെ ഭയങ്കര അഭിപ്രായവും ഭയങ്കര ഇതും വന്നപ്പോൾ അത് കൂട്ടി പിന്നെ അത് നമ്മൾ കാണുകയും ചെയ്തല്ലോ പിന്നീട്. അതുപോലെ തന്നെ ഈ മണവാളൻ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അങ്ങനെ അതായത് കഥാകൃത്ത് അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് മനസ്സിലൊരു ചെറിയ സംഗതിയും കൊണ്ട് പോയാൽ തന്നെ അത് കയ്യിൽ വെച്ചേക്ക്, ഞാൻ തരാൻ പോകുന്നതിനും വലിയ ഒരു സാധനമാണ് തിരിച്ചു തരാൻ പോകുന്നത് എന്നുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് വലിയൊരു അങ്ങനെയുള്ള കലാകാരന്മാർക്കേ പറ്റുള്ളൂ. അത് നോക്കുമ്പോൾ സമയത്ത് ഇത് ഉത്ഭവിക്കുന്നത് തന്നെ ഭയങ്കര താഴേക്കടയിൽ നിന്നുള്ള ഈ ആർട്ടിൻ്റെ വളരെ നമ്മൾ അനുകരണമാണ് കല എന്ന് നമ്മൾ പറയും, വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ മോഷണമാണ് കല എന്നൊക്കെ ഇപ്പോൾ സമീപകാലത്ത് സംസാരിക്കേണ്ടി വന്നല്ലോ. അതുപോലെ അനുകരണമാണ് കല എന്ന് പറയും എല്ലാവരും. എന്ന് വെച്ചാൽ അതാണല്ലോ അത് പ്രതിബിംബിക്കുക എന്നുള്ളത് പറയുന്നത്. അത് മിമിക്രിയിൽ ഏറ്റവും അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതാണ്, ആ അനുകരണ കലയാണല്ലോ. അവിടെ നിന്ന് വന്ന കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എന്താ പറയുക ഭയങ്കര വേഴ്സ്റ്റൈലിറ്റി അവരുടെ ഇതിൽ മുഴുവനുണ്ടാവും, ആ കലയിൽ മുഴുവനുണ്ടാവാറുണ്ട്. അങ്ങനെ ഒരാളാണല്ലോ എന്തായാലും സലീം കുമാർ. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ കഥാപാത്രങ്ങളെന്ന് വെച്ചാൽ അതിനെ നമ്മളൊക്കെ മുമ്പ് ഇപ്പോൾ കുതിരവട്ടം പപ്പു ചെയ്ത പോലെ ഉള്ള കഥാപാത്രങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മാള അരവിന്ദൻ ചെയ്ത പോലത്തെ അതൊക്കെ തന്നെയാണ് ഈ എഴുതുന്ന ആളുകൾ കണ്ടിരുന്നത്. പക്ഷേ സ്ക്രീനിൽ വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക ആ ഒരു ചേഷ്ടകൾ കൊണ്ടും അതിൻ്റെ ഡെലിവറി കൊണ്ട് ആ ഡയലോഗ് ഡെലിവറികളിലെ പ്രത്യേകത കൊണ്ടും ചെറിയ ചില അംഗവിക്ഷേപങ്ങൾ കൊണ്ടുമൊക്കെ അതിന് ഉണ്ടാകുന്ന മാറ്റം അല്ലേ, അത് ഭയങ്കരമായിട്ട് മാറിപ്പോകുന്നുണ്ട്. അത് അവരിലൊന്നും കണ്ടതിനൊക്കെ ഭയങ്കരമായിട്ട് മാറുകയാണ് ആ കഥാപാത്രങ്ങളിൽ നിന്നാണ്.
അതുപോലെ തന്നെയാണ് മറ്റൊരു സാധനം വെച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ ഈ അച്ഛനുറങ്ങാത്ത വീട് ഞാൻ ഓർക്കുന്നുണ്ട്. സീരിയസ് വേഷം. പിന്നെ അതെ, ലാൽ ജോസ് ഇതും കൂടി കഴിഞ്ഞിട്ട് ചാന്തുപൂട്ടും കൂടി കഴിഞ്ഞിട്ടാണ് അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടർ സലീം കുമാറിലേക്ക് വരികയും സലീം കുമാർ അതിനകത്ത് അതുവരെയും ഒരു തമാശ റോളുകൾ മാത്രം ചെയ്യുന്ന ഒരാൾ ഇതെങ്ങനെ ഈ ഒരു ക്യാരക്ടർ പിന്നെ അദ്ദേഹം ചെയ്യും എന്നുള്ളത് ആദാമിൻ്റെ മകൻ അബു അതൊക്കെ വളരെ പിന്നീടാണല്ലോ. ഞാൻ പറയുന്നത് അച്ഛനുറങ്ങാത്ത വീട്ടിൽ സലീം കുമാറിനെ അങ്ങനെ കാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല ആ ഘട്ടത്തിൽ. അത് സംഭവിച്ചു. അതിൽ പിന്നെ അതുകൊണ്ട് മാത്രം ആ സിനിമ പിടിച്ചു നിന്നു. വേറെ ഒരു വലിയ തോതിൽ സാമ്പത്തിക വിജയം ആയില്ല അത്. പക്ഷെ എന്നാൽ തന്നെ ആ സിനിമയ്ക്കൊരു പ്രാധാന്യമുണ്ട്. 2ാമത്തെ മികച്ച നടനുള്ള അവാർഡ് ആ സിനിമയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ ആ ഒരു ട്രെൻഡ് തുടങ്ങുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് പിന്നെ തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൽ നിന്ന് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് വരാൻ തുടങ്ങിയത് ആ ഒരു ട്രെൻഡ് ആരംഭിച്ച. നേരത്തെ മറ്റൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ വില്ലന്മാർക്ക് ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് മാറുന്ന രഘു മാറി, പിന്നെ വിജയരാഘവൻ, അതുപോലെ തന്നെ ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ അവരൊക്കെ മാറിയ ആ ട്രെൻഡ് പോലെ തന്നെയായിരുന്നു ഈ ഹാസ്യ കഥാപാത്രങ്ങൾ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നവരിലേക്ക്. അത് ശരിക്കും പിന്നെ സലീം കുമാറിലൂടെ വന്നതാണ്. അതിൻ്റെയൊക്കെ ആരംഭത്തിൽ തന്നെയാണ്. അതിനൊക്കെ വളരെ മുന്നെയാണ് ഞാൻ ഓർക്കുന്ന ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം സിനിമയിലേക്ക് വേണ്ടി ചെയ്യുന്ന നമ്മളെ ആഴ്ചതോറും കാത്തിരുന്ന് കാണുന്ന ഒരു സാധനമാണല്ലോ. നമുക്ക് വേറെ ഒന്നുമില്ല ആ സമയത്തൊന്നും. നമ്മൾ ഈ പറയുന്ന പോലെ വീഡിയോസ് കാണുക, റീലുകളോ ഒന്നുമില്ല. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. എന്തൊരു റിലീഫായിരുന്നു ആ സാധനം എന്നറിയാം. ഈ എൻ്റെ കേരളം എന്ന് പറയുന്ന ചിന്തകൻ്റെ ആ ഷോയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഓൻ്റെ കേരളം എന്നും പറഞ്ഞിട്ട്. അതിലുള്ള ഇങ്ങനെ നടക്കുന്ന യാത്ര ഭയങ്കര രസമാണ് അതിനകത്ത്. അതുകൂടാതെ ടേസ്റ്റ് ടൈം എന്ന് പറയുന്ന ഈ കുക്കറി ഷോ ഉണ്ടായിരുന്നു. അത് വേസ്റ്റ് ടൈം എന്നുള്ള രീതിയിലാക്കിയിട്ട് അവസാനം ഒന്നും ഉണ്ടാവുന്നില്ല. കുക്ക് ചെയ്ത് നമുക്ക് കടയിൽ പോയോ വാങ്ങി കഴിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സാധനമൊക്കെ ആയിട്ടേ അസാധ്യമായ അനുഭവമായിരുന്നു അതൊക്കെ. എനിവേ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഈ രംഗത്തുണ്ടാക്കുന്ന നഷ്ടം ഒരു ഭയങ്കര നഷ്ടം തന്നെയാണ്. അതോടൊപ്പമാണ് ഞാൻ പറഞ്ഞ ഒരു പൊട്ടൻഷ്യലി ഏത് അനീതിയെയും ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സ്, അതും കൂടി നമുക്ക് നഷ്ടമാവുന്നുണ്ട്. ഒപ്പം തന്നെ സാർ, ആ സംസ്കാര ചടങ്ങുകളുടെ സമയത്ത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങളുണ്ടായി. ആ മകൻ ചന്തുവിന് അങ്ങനെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഒരു ഇടപെടലിനെ ചോദ്യം ചെയ്യേണ്ടി വന്നു. ആ ഒരു സംഭവത്തെ അത് ഉറപ്പായിട്ടും സേഫ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ഇപ്പോഴുള്ള ഒരു അത്യാചാരമാണ് നമ്മുടെ നാട്ടിൽ. അത് മരണസമയത്ത് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും ഇപ്പോൾ ക്യാമറയും കൊണ്ട് പോയിട്ട് എന്തും ഷൂട്ട് ചെയ്യുക, എന്തും കൊടുക്കുക, അത് മുഴുവൻ കൊച്ചു റീലുകളായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക. ഞാൻ ഒരൊറ്റ സംഗതി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കഴിഞ്ഞ SFIയുടെ സമരം നടന്ന സമയത്ത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരത്ത് KSU സംഗതി ഉണ്ടായൊരു സമയത്തുള്ള ഇതുണ്ടല്ലോ, അതിൽ പ്രതിഷേധിച്ച് അവർ സമരം നടത്തിയ പെൺകുട്ടികളടക്കമുള്ളവർക്ക് നേരെ ഈ ഇതുണ്ടല്ലോ ജലപീരങ്കി പ്രയോഗിച്ച ആ സന്ദർഭത്തിൽ എടുത്ത വിഷ്വൽസ്, വളരെ മോശമായ രീതിയിലെടുത്ത വിഷ്വൽസ് വെച്ചിട്ട്, സമരരംഗത്തു നിന്ന് പോലെയുള്ള വിഷ്വൽസ് വെച്ചിട്ട് ഈ പറയുന്ന ഈ ടീംസ് റീലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് നനഞ്ഞു നിൽക്കുന്ന അവരെ ശാരീരികമായി അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് എടുത്തിട്ട് വരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മരണസമയത്ത് നിന്ന് മാത്രമല്ല, മരണം, വിവാഹം, മറ്റ് ചടങ്ങുകൾ, സ്വകാര്യത മനുഷ്യൻ ആഗ്രഹിക്കുന്ന സന്ദർഭങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ഇവിടെ എല്ലാം ഈ തരത്തിലുള്ള സാധനങ്ങൾ പോയി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. അത് വേറെ ഏതെങ്കിലും രീതിയിൽ സ്വകാര്യത പകർത്തുന്നത് മറ്റേ 66E പ്രകാരം തെറ്റാണ്, അതിന് ശിക്ഷയുള്ളതാണ്. അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് പോലീസ് തീരുമാനിക്കേണ്ടതാണ്. അതിനുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട. ഇതിനെ മാധ്യമപ്രവർത്തനമായിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള പരിപാടികൾ പറയുന്നതിനകത്ത് ശരിയില്ല. മാധ്യമപ്രവർത്തകർ കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ചില സംഗതികൾ വെച്ചിട്ട് അതിൻ്റെ ആ പരിധിക്കപ്പുറം അവർ ഇതുവരെ പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അവരതിനു വേണ്ടി കുറേ ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഏത് ചാനലായാലും, ഇപ്പോൾ കേരളത്തിലെ ഏത് ചാനലായാലും ഈ ഓൺലൈൻ മീഡിയ കൊടുക്കുന്ന തരത്തിലുള്ള മെറ്റീരിയൽ കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മളെന്തായാലും മാറിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനുവേണ്ടിയാണ് ഇവരെന്നും സലീം കുമാറിനെ ഷൂട്ട് ചെയ്യാനല്ല അവിടെ പോയിരിക്കുന്നത്, നമുക്ക് നന്നായിട്ടറിയാം. അവിടെ വരുന്ന താരങ്ങളുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങേയറ്റം ഹീനമായ പരിപാടിയാണ്. യെസ്, അജംസ്, സലീം കുമാറിൻ്റെ കലാജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ
സാമൂഹ്യ പ്രവർത്തകനെ എങ്ങനെ കാണുന്നു? ഒപ്പം സാർ ഈ സൂചിപ്പിച്ച സംസ്കാര ചടങ്ങിലെ ആ ദൗർഭാഗ്യകരമായ സംഭവത്തിനെ. സലീം കുമാർ ഒരു ഒരു കാരണം അദ്ദേഹത്തിലെ കൊമേഡിയൻ എന്ന് പറഞ്ഞാൽ 2000 മുതൽ 2010 വരെയുള്ള കാലത്ത് അദ്ദേഹം ചെയ്ത സിനിമകളാണ് ഇപ്പോഴും പോപ്പുലർ കൾച്ചറിലുള്ളത്. ഇപ്പോൾ നമ്മൾ സലീം കുമാർ പറഞ്ഞൊരു ഡയലോഗ് പറയാതെ ഏതെങ്കിലും ദിവസം കടന്നു പോകുന്നുണ്ടോ? ഇല്ല. തൽപര കക്ഷിയല്ല, നമുക്ക് ഡോക്യുമെൻ്ററികൾ തയ്യാറാക്കേണ്ട ഇങ്ങനെയുള്ള നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എത്രയോ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ, ഇത് എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു പോകുന്ന ഡയലോഗാണ്. അപ്പോൾ അത്രയധികം നമ്മുടെ പോപ്പുലർ കൾച്ചറിനെ സ്വാധീനിച്ചിട്ടുള്ളൊരു കൊമേഡിയനാണ് അദ്ദേഹം. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ഒരു കൊമേഡിയൻ എന്ന് പറയാം. ജഗതി കുറേ നാളായിട്ടില്ലല്ലോ. പിന്നെ അദ്ദേഹം സീരിയസ് സിനിമകളിലേക്ക് ഇറങ്ങി. ഈ ലാൽ ജോസ് ഈ സിനിമ അച്ഛനുറങ്ങാത്ത വീട്ടിലേക്ക് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വിഷാദമുണ്ട് എന്നായിരുന്നു. അത് ശരിയാണത്. ലാൽ ജോസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം കോമഡി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിഷാദാർദ്രമാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള കണ്ണുകളാണ്. യെസ്. അപ്പോൾ അത്തരം റോളുകൾ അദ്ദേഹം വളരെ മികച്ചതായിട്ട് ചെയ്തു. പാതാമിൻ്റെ മകൻ, അബു, അച്ഛനുറങ്ങാത്ത വീട്, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഗ്രാമഫോൺ എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപിൻ്റെ ഒപ്പം നല്ല റോളായിരുന്നു അത്. അപ്പോൾ അങ്ങനെ കുറേയധികം നല്ല ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തു. ഇനിയും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ശ്രീനിവാസനെ പോലെ ഇന്ന് സൈഫ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതിനെ പറ്റിയാണ്. ശ്രീനിവാസനും ഒരുതരം വ്യാജ വൈദ്യങ്ങളുടെയൊക്കെ ഒരു പ്രചാരകരും പ്രയോക്താവും ഒക്കെ ആയിരുന്നു. സലീം കുമാർ അദ്ദേഹം ഒരു വേദിയിൽ തുറന്നു പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ലിവറിന് മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞപ്പോൾ അത് മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു വൈദ്യൻ്റെ അടുത്ത് പോയി നിലം പരണ്ട എന്ന് പറയുന്ന ഏതോ ഒരു ചെടിയെടുത്ത് കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞത്. എന്നാൽ 5 ദിവസം അങ്ങോട്ട് കുടിച്ചാൽ മതി. 500 ദിവസം കുടിച്ചു, എന്നിട്ടും മാറുന്നില്ല. അവസാനം ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. അവസാനം ഇത് മാറുന്നില്ലല്ലോ വൈദ്യരെന്ന് പറഞ്ഞാൽ വൈദ്യരെ വിളിച്ച് പറയാം, ഞാൻ ക്യാൻസർ ബാധിച്ച് ആശുപത്രി കിടക്കുകയാണ്, നിങ്ങൾ ആശുപത്രി പോയിക്കോളൂ എന്ന് പറഞ്ഞു. വ്യാജ വൈദ്യത്തിന് പുറകെ പോകരുത്. അത് അദ്ദേഹം ഇപ്പോൾ ഈ മോഹനൻ വൈദ്യർ മുമ്പുണ്ടല്ലോ, മരിച്ചുപോയൊരു മോഹൻ വൈദ്യർ ഇദ്ദേഹത്തിന് അസുഖം മാറ്റാന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മരുന്ന് കൊടുത്തു അത്ര. അപ്പോൾ അദ്ദേഹം ഒരു പൊതുവേദിയിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന പാരമ്പര്യ വൈദ്യം എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ എവിടെയോ കാണുന്ന ആൾക്കാരൊന്നും പുറകെ പോകരുത്, നിങ്ങൾ ചികിത്സിച്ച് അസുഖം മാറ്റുക. അത് അദ്ദേഹം ജീവിതം കൊണ്ട് തെളിയിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും ആ പൂർണ്ണാരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കൊണ്ടൊക്കെയോ അദ്ദേഹത്തിന് വരാമായിരുന്നു ഒരു ഘട്ടത്തിൽ. ആ ഘട്ടമൊക്കെ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന്, നമ്മുടെ വളരെ പ്രബുദ്ധരായ, എഡ്യൂക്കേറ്റഡായ, സാക്ഷരരായ എന്നൊക്കെ പറയുന്ന ആരോഗ്യാവബോധമുള്ള ഒരു സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള വ്യാജ വൈദ്യന്മാർ എത്രമാത്രം, അതും സെലിബ്രിറ്റികളെ പോലും എത്രമാത്രം വഞ്ചിക്കുന്നു, സ്വയം വഞ്ചിക്കപ്പെടുന്നു. അതും പറഞ്ഞല്ലോ. ഇപ്പോൾ മോഹനം വൈദ്യരിഞ്ഞ് വവ്വാല് കടിച്ച പഴം കൊണ്ടുപോയി ഞാൻ തിന്ന് കാണിക്കുക എന്ന് പറഞ്ഞ ആളാണ് അവസാനം അദ്ദേഹം കോവിഡ് ബാധിച്ച മരിച്ചത്, നിപ്പയുടെ സമയത്ത്. അപ്പോൾ സ്വയം വഞ്ചിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുന്ന, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറരുത് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ വൈദ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആധുനിക ശാസ്ത്രത്തിന് ഏറ്റവും വലിയ സംഭാവനയാണ്, മനുഷ്യജീവൻ നിലനിർത്താനുള്ള സംഭാവനയാണ്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടിയും ആരോഗ്യം കഴിഞ്ഞതൊക്കെ. പച്ചല എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ല എന്നെങ്കിൽ ആദ്യം മനസ്സിലാക്കണം. എല്ലാ പച്ചലയും അത് കഴിച്ചാൽ കുഴപ്പമില്ല, നാച്ചുറൽ അല്ലേ. അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഒരുപാട് മെറ്റാലിക് എലമെൻസും ഉണ്ട്, ലോഹ അംശങ്ങളുണ്ട്. അത് നമ്മുടെ കിഡ്നിയും ലിവറും ഒക്കെ കളയാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് സലീം കുമാർ സ്വന്തം ജീവിതം കൊണ്ട് അത് തെളിയിച്ച് കാണിച്ചു. മറ്റൊന്ന്, സലീം കുമാർ അദ്ദേഹം വരുന്ന പറവൂരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ പേരിന് തന്നെ ഒരു കൗതുകമുണ്ടല്ലോ, സലീം കുമാർ. സലീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുമാർ എന്ന് സ്കൂളിൽ ചേർക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാഷ് കൂട്ടിച്ചേർത്തതാണ്. കാരണം ആളുകൾ തെറ്റിദ്ധരിക്കരുത് ഇദ്ദേഹം ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഞാൻ പലപ്പോഴും ഇവിടെ ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിട്ടുണ്ട്, തൃശ്ശൂർ മുതൽ തെക്കോട്ട് കൊല്ലം ജില്ല വരെയുള്ള കോസ്റ്റൽ റീജിയനിൽ ഈഴവർ മുസ്ലിം പേരുകളിടുകയും മുസ്ലിങ്ങൾ ഈഴവ പേരിടുകയും ചെയ്യുന്ന ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ KR സാജു ഉള്ളത്, യു ഷൈജു ഉള്ളത്, സലീം കുമാർ ഉള്ളത്, അവർ ആർ നാസർ ഉള്ളത്. അതുകൊണ്ടാണ് ഏതാണ്ട് ആ തലമുറ അവസാനിച്ചു. ആ തലമുറയിൽ ഏറ്റവും അവസാനത്തെ ആളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ സലീം കുമാറൊക്കെ മരിച്ചു പോകുന്നു, അങ്ങനെ വളരെ കുറച്ച് പേരെയും ജീവിച്ചിരിക്കുന്നുണ്ട്. അത് മാറി. അത് കേരളത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്ന, സാമുദായിക സൗഹാർദ്ദം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ 2 കമ്മ്യൂണിറ്റികളായ ഈഴവരും മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന സൗഹാർദ്ദമാണ്. നമ്മുടെ കേരളത്തിൻ്റെ മതേതരത്വം എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് ഈ 2 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സൗഹാർദ്ദമായിരുന്നു. അതിൽ വിള്ളൽ വരുന്നതോടെയാണ് കേരളം പോളറൈസ്ഡായി തുടങ്ങുന്നത്. അത് വിള്ളൽ വരുത്തുക എന്നുള്ളത് ചില ശക്തികളുടെ നേരത്തെയുള്ള പ്ലാനായിരുന്നു. ആ പ്ലാൻ അവർ വളരെ എക്സിക്യൂട്ട് ചെയ്തു. അതിന് ഫലം കണ്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് സലീം കുമാർ മരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു ഒരു സിംബോളിക്കായിട്ടുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന്. ഇനിയൊരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ടാവും, സലീം കുമാറിൻ്റെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുന്നത് ഒന്നുമല്ല,
കൊല്ലത്തോ തിരുവനന്തപുരത്തോ മറ്റൊരു കോളേജിൽ, വർക്കലയിൽ ഒരു കോളേജിൽ ISIS കുട്ടികൾ കുട്ടികൾ നടത്തിയിട്ടുള്ള കോളേജ് ദിന പരിപാടിയിൽ കറുത്ത കൊടി വെച്ചു എന്നതിൻ്റെ പേരിൽ വലിയ വ്യാപക പ്രചരണം, IS-ൻ്റെ കൊടിയാണ്, അൽഖായിദയുടെ കൊടിയാണെന്നൊക്കെ പറഞ്ഞ് വ്യാപക പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ അത് കറുപ്പ് എന്നുള്ളത് ആ കോളേജ് ഡേയുടെ ഒരു തീമായിരുന്നു. അതിൽ സലീം കുമാർ പങ്കെടുത്തത് തന്നെ, സലീം കുമാറാണ് അതിൽ മുഖ്യ അതിഥി. അദ്ദേഹം കറുത്ത വസ്ത്രം ധരിച്ചാണ് അതിൽ പങ്കെടുത്തത്. അദ്ദേഹം ആ പ്രചാരണത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നു. കാരണം അത് വലിയ തോതിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയൊരു സംഭവമാണ്, ആ കോളേജിനെതിരെയും ഒക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അദ്ദേഹം അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, ശരി, കോൺഗ്രസ്സുകാരൻ എന്നതിനപ്പുറം ഒട്ടും ഇസ്ലാമോഫോബ് അല്ലാത്ത, കേരളത്തെക്കുറിച്ച് കേരളത്തിൻ്റെ സാമുദായിക മൈത്രിയെക്കുറിച്ച് നല്ല ധാരണയുള്ള, നല്ല രാഷ്ട്രീയ അവഗാഹമുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തെ കേവലമായി ഒരു കോമഡി നടൻ എന്നുള്ള കള്ളിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ദൗർഭാഗ്യവശാൽ അല്പായുസ്സായിപ്പോയി എന്നേ പറയേണ്ടതുള്ളൂ.